ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ജാതിക്കും മതത്തിനും വിലക്കേർപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ 400 വർഷം പഴക്കമുള്ള ആചാരവും പിന്തുടർന്നുകൊണ്ട് മുള്ളൂർക്കര ഇരുന്നലങ്കോട് ക്ഷേത്രത്തിൽ ചക്കപ്പഴവുമായി എത്തി ഹരിജൻ യുവതി. ഓം ശിവായ ശങ്കര നമഃ ശിവായ ശങ്കര ഓം ശിവായ ശങ്കര നമഃ ശിവായ ശങ്കര ഓം ശിവായ ശങ്കര വായ ശങ്കര നമഃ ശിവായ ശങ്കര ഓം ശിവായ 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 ശങ്കര ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ക്ഷേത്രങ്ങളിൽ വിലക്ക് കൽപ്പിക്കുമ്പോൾ വിഷുദിനത്തിൽ ഇരുന്നലങ്കോട് ശിവക്ഷേത്രത്തിൽ 400 വർഷത്തിലധികമായി നടത്തിവരുന്ന ആചാരം ഇപ്പോഴും പിന്തുടരുകയാണ്. ഹരിജൻ യുവതി ചക്കച്ചുളയുമായി എത്തി ഭഗവാന് കാഴ്ചവെച്ചതിന് ശേഷമാണ് 100 കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകുകയുള്ളൂ. ആ ഐതിഹ്യം ഇപ്പോഴും നടത്തുകയാണ് ക്ഷേത്രം സംരക്ഷണ ഭാരവാഹികൾ. ഈ ഗുഹയിൽ ഭഗവാൻ ഇന്നിരിക്കുന്ന ഗുഹയിൽ കയറിയുന്നു. ഒരു നിമിത്തം എന്നോണം അരിവാൾ കൊണ്ട് ഇങ്ങനെ പാറയുമ്പോൾ കൊട്ടി. അപ്പോൾ ഒരു കഷ്ണം അടർന്നു വീണു. അത് ഭഗവാന്റെ മൂക്കിൻ്റെ അഗ്രഭാഗമായിരുന്നു. രക്തം ഒലിക്കാൻ തുടങ്ങി. ഇവർക്ക് ഏത് ദേവതയെന്നറിയില്ല. നേരെ കാക്കിൽ സംസ്കരിച്ചു. സംശാപരാധം പൊറുക്കണേന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് ഓടി. തലേ ദിവസം വെട്ടിവെച്ച ചക്ക അതിൽ നിന്ന് 4 ചുള പറിച്ച് കിട്ടിയ ഇലയിലാക്കി ഭഗവാന് കാഴ്ചവെച്ചു. അത് ആദ്യ നിവേദ്യം. ശാന്തിയോ തന്ത്രിയോ അല്ല. അവർ തന്ത്രിയായി മാറി, അവർ ശാന്തിയായി മാറി. അത് ഭഗവാൻ കൈക്കൊണ്ടു. അത് കൊല്ലത്തിലൊരു തവണ വിഷു ദിവസം ഈ ചടങ്ങ് വേണം. ഇതെല്ലാ വിഭവങ്ങളോടുകൂടി ഈ ചക്ക അവിടെ നിവേദിക്കണം. എന്നിട്ട് എൻ്റെ ഭക്തജനങ്ങൾ വരും. ആ ഭക്തജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം. എൻ്റെ ഇഷ്ടമതമാണ്. ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളാണ് ഇവിടെ വരുന്നത്. ആ കുട്ടികൾക്ക് മുഴുവൻ നിങ്ങൾ ഇത് വിതരണം ചെയ്യും. കാലങ്ങളായിട്ട് ഇത് എന്നും നിന്ന് പോകരുത്. ലോകമുള്ള കാലത്തോളം ഇതിങ്ങനെ തന്നെ നടക്കണം. ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഞങ്ങളാൽ കഴിയുന്ന വിധം തെറ്റുകളൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി ഇത് കൊണ്ട് നടക്കാറുണ്ട്. നാളെയും അത് കൊണ്ടു നടക്കാനുള്ളതായ അനുഗ്രഹം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവൈശ്വര്യവും നേർന്നുകൊണ്ട് അടുത്ത കൊല്ലം നമുക്കിവിടെ ഒരുമിച്ച് കൂടാനുള്ളതായ യോഗം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആചാരത്തിന് ചക്കോത്സവം എന്നാണ് പറയപ്പെടുന്നത്. നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭഗവാനെ തൊഴുവാനുമായി ഇവിടെ എത്തിയിരുന്നു. ഇത്തവണ അതിവിപുലമായിട്ടാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും തൊഴുതു മടങ്ങുന്നതിന് ശേഷം വിഷു കൈനീട്ടം നൽകുകയും ചെയ്തു. രാവിലെ 4 മണിക്ക് തന്നെ ശാന്തിക്കാരൻ രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാ കർമ്മങ്ങൾ നടന്നു. കാർത്തിയായനിയുടെ നേതൃത്വത്തിൽ ഭഗവാൻ കീർത്തനാലാപനവും ഉണ്ടായി. 400 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹരിജൻ യുവതി കാട്ടിലേക്ക് വിഷുദിനത്തിൽ വിറകു ശേഖരിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പാറയിൽ വീഴുകയും തുടർന്ന് പാറയിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയതോടെ ഹരിജൻ യുവതി നിലവിളിക്കുകയും അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് അരുളുകയും ചെയ്തു. എല്ലാ കൊല്ലവും എന്നെ കാണാൻ വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അടിയന്റെ വീട്ടിൽ ചക്ക മാത്രമേ ഉള്ളൂവെന്നും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ തലമുറ മുള്ളൂർക്കര SN നഗറിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ N യശോദ ചക്കച്ചുളയുമായി എത്തുന്നത്. ക്ഷേത്രശാന്തിക്കാരൻ രാജീവ്, ക്ഷേത്ര പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസ്, ട്രഷറർ
VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് യശോദ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷമാണ് ഭക്തർക്ക് ഭക്ഷണം നൽകിയത്. ഭക്ഷണത്തിൽ ചക്കവറവ്, ചക്ക എലിശ്ശേരി, ചക്കച്ചുള, ചക്കപ്പായസം എന്നിവയും ഉണ്ടായിരുന്നു. 1936 തിരുവിതാംകൂർ രാജാവായ രാജാ രവിവർമ്മ ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്തിട്ടുണ്ടെങ്കിലും 400 വർഷങ്ങൾക്ക് മുൻപ് ഹരിജനങ്ങൾക്ക് മാത്രമല്ല നാനാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടെന്നും ഇവിടെ തൊഴാനെത്തുന്ന എല്ലാവർക്കും ഇവിടെ ജാതിമത ഭേദമന്യേ ഏവരും ദർശനം നടത്താൻ എത്തുന്നുണ്ട് എന്നും പ്രസിഡന്റ് PS രാഘവൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.